ഉറങ്ങുവാന്നേ? അല്ല, ഉറങ്ങുവാന്നേ ഉറങ്ങിക്കുമെന്ന് പറയുമായിരുന്നു. താനാരാ? വീടിയാണോ? എന്താ കഞ്ചാവ് പിടിയാ? അല്ല, തെറുപ്പ് പിടിയാ. നല്ല സ്ട്രോങ്ങാ. വലിച്ചോ. ഞാൻ ആദ്യമായിട്ട് കാണുക. അത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നോണ്ട് തോന്നുന്നതാ. ഓഹോ, തമാശക്കാരനാണല്ലേ? അല്ല, തോപ്രാംകുടിക്കാരനാണ്. കൃഷി വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇവന്മാര് കൃഷിയെ പറ്റി പറയുന്നത് കേട്ടാ തോന്നുന്നു നിന്ന് ഇപ്പൊ കാശുണ്ടാക്കാം. പാടുപെടുന്ന നമുക്കല്ലേ അറിയത്തുള്ളൂ. അതെന്നാണ് വേടാ നിങ്ങളുടെ സ്ഥാപനങ്ങളും ഉത്പന്നങ്ങളും ജനശ്രദ്ധ ഇങ്ങനെ കുത്തിവരച്ചു കൊണ്ടുപോയ പിള്ളേർ പിടിച്ച് വഴി വിടത്തില്ലോ. അവരിങ്ങനെ ഇറക്കിയാട്ടെ. ഇത്രേ പറ്റത്തുള്ളൂ. അത്രേ പറ്റത്തുള്ളൂ. ഇത് മനുഷ്യ കുഞ്ഞുങ്ങളാ, കോഴിക്കുഞ്ഞുങ്ങളല്ല. നീ എന്തിനാ വേണ്ടാത്ത പണിക്ക്? വേണ്ടാത്ത പണിയോ? അവന്റെ മുറ്റ് കണ്ടില്ലേ? പിള്ളേർ വഴി പഠിച്ചു വീണ അവൻ എന്നാ നിന്ന തള്ള മാർക്കില്ലാത്ത ദണ്ണം തനിക്കെന്തിനാണ്? വലതുകാലം വെച്ച് കേറിയപ്പോഴേ എനിക്ക് തോന്നിയതാ, ദൈവമേ ഇവിടെ എവിടെ ചെന്ന് അവസാനിക്കോ എന്നാലോ നീ മിണ്ടരുത്. ഓ, ദൈവമേ, ജർമ്മൻ ഷെപ്പേർഡ് വന്നിട്ടുണ്ട്. എന്താ ഇവിടെ ഒരു ബഹളം? ആരാ ഒച്ച വെച്ച് സംസാരിച്ചേ? ഇതാരാ ഈ പട്ടിപിടുത്തക്കാരൻ? പട്ടിപിടുത്തക്കാരൻ? ഈ ഫ്ലാറ്റിന്റെ സെക്രട്ടറി എന്റെ മുഖത്ത് നോക്കി പട്ടിപിടുത്തക്കാരൻ എന്ന് പറയാൻ എങ്ങനെ എനിക്ക് ധൈര്യം വന്നു? ഞാൻ പട്ടിയുടെ മുഖത്ത് നോക്കിയല്ലയോ പറഞ്ഞത്? ഇപ്പൊ വിളിക്ക് പോണം. അങ്ങനെ ഇപ്പൊ വെളിയിൽ പോണെന്നൊക്കെ പറഞ്ഞാ നമുക്കൂടെ തോന്നണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ നിൽക്കണം. ഓ, പട്ടി കാത്തു. എന്റെ കുട്ടിയെ പട്ടിയെ കണ്ടോ? ജൂഡിയെ കണ്ടോ? ഞാൻ കണ്ടു. എന്നിട്ട് എവിടെ പറകൊച്ചേ? ഇതെന്താ കിൻഡർഗാർട്ടൻ സ്കൂളില്ലേ? ഓഹോ, അക്ഷരം പഠിക്കാൻ. എന്റെ ബീഡി ജൂഡിയെ കണ്ടോ? ഡ്രാക്കുല വായിക്കാൻ പറ്റിയ പ്രായം. ജൂഡിയെ കണ്ടോ മക്കളെ? നാളെ സെക്രട്ടറി മീറ്റിംഗ് വിളിച്ചിരിക്കുക. എന്തൊക്കെ പുലിവാല ഉണ്ടാവാൻ പോകുന്നെന്ന് എനിക്കറിയില്ല. താനവിടെ എന്താ കാട്ടണേ? എനിക്ക് ഈ സാധനം ഒന്നും വയറ്റി പിടിക്കില്ല. രണ്ടുള്ളി ഒരു പച്ചമുളക് ഇച്ചിരി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ സംഗതി കുശാല. ആ നിലത്തൊക്കെ ഇരുന്ന് തനിക്കിവിടെ വൃത്തിയിലോട്ട് ഇരുന്നൂടെ? എനിക്കിതാ ശീലം. പട്ട് സാർ കുറച്ചുകൂടി മതിയോടോ? നല്ല ഒന്നാമത്തെ ചൈനീസാ. ഛർദിക്കാൻ വെറുതെ. അയ്യോ, ഈ വയ്യാത്ത സമയത്ത് വല്ല കഞ്ഞിയും കുടിക്കുന്നതാ നല്ലത്. ആര് പറഞ്ഞു വയ്യാന്ന്? ഇത് എന്നാ ഇത്? ഞങ്ങളുടെ ഇവിടെ ഇതിന് നാടവര എന്നാ പറയുന്നത്.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഒറ്റ ഒന്ന് കുറച്ചാൽ പ്രാർത്ഥിക്കാമായിരുന്നു. മച്ചാ മോളി ഒന്ന് കുറയ്ക്കാൻ ഈ ചേട്ടന് പ്രാർത്ഥിക്കണമെന്ന്. ഒറ്റയാൻ ഇങ്ങനെ നിൽക്കുക. അപ്പന്റെ കൂടെ പാമ്പ് പാപ്പനുണ്ട്, തൂവാല പാപ്പനുണ്ട്. അപ്പം കൈസറേന്ന് ഒറ്റ വിളിയാ. ആരായി കൈസറ്? പട്ടി ഭയങ്കര ബുദ്ധിയാ. കൈസറ് കുറച്ചുകൊണ്ട് മുന്നിൽ ചാടി, ആന പുറകെ. കൈസറ് ചോല ചാടി അക്കരെ കിടന്നു. ആന ചോല ചാടി അക്കരെ കിടന്നതും കൈസറ് കുര നിർത്തി വേറെ വഴി കൂടെ അപ്പന്റെ അടുത്തെത്തി. അപ്പൊ ആനയോ? ആന കാലത്തി പട്ടി അന്വേഷിച്ചോടെ കൊല്ലുക. അതുകൊള്ള അല്ല, ഒന്നാന്തരം തെറുപ്പൂടി ഉണ്ട്. വേണോ? ഒന്ന് പിടിപ്പിച്ച് നോക്ക്. എവിടെയാ താമസം? ഏറുപാടത്തിലാ. ഏറുപാടം? കാട്ടി വള്ളി മുള്. ഇവിടെ സിമന്റും കമ്പി. കാട്ടിലാണ് വന്യമൃഗങ്ങളെ പേടിക്കണം, ഇവിടെ മനുഷ്യമൃഗങ്ങളെ പേടിക്കണം. പോട്ടെ ചേട്ടാ, ഉടനെ സാർ അന്വേഷിക്കും. വലിയ വൃത്തിക്കാരനാ. ഇവിടെ വന്നൊന്നും കഴിക്കുന്നത് വിളിക്കത്തില്ല, പിടിക്കത്തില്ല. ഒന്ന് വന്നേ, ഞാനും അങ്ങോട്ടാ. എന്റെ പേര് താണ്ടേ ഈ നമ്പറിൽ നിന്ന് ഇറക്കി. ഹലോ അപ്പച്ചേട്ടാ, ഞാനാ മൈക്ക്. നീ പറഞ്ഞ സമയം കഴിഞ്ഞു. ഇനി ഞാൻ അവിടെ കയറി താമസിക്കാൻ പോവാ. അയ്യോ ചതിക്കല്ലേ അപ്പച്ചേട്ടാ, ഒരു 2 ആഴ്ച കഴിഞ്ഞ മാസത്തെ പലിശ ചേർത്ത് ഞാനങ്ങ് തന്നേക്കാം. ഓവാ ഓവാ. ഏത് കുരുത്തക്കെട്ട വേള കിട്ടും ഒരു ദിവസം എന്റെ കയ്യില്. ഇവിടെ ആരും ഇല്ലല്ലേ, അതാ ഈ ദേഷ്യം. ഇറങ്ങടാ പുറത്ത്. ഇതാരാ? അമ്മച്ചിയാന്നോ? പിള്ളാരൊക്കെ എവിടാ? പോടാ വെളിയില്. ഞാൻ പോയേക്കാം. അയലുമൊക്കെ വല്ലേ വല്ലതും മിണ്ടിയും പറഞ്ഞിരിക്കാമെന്ന് വെച്ചപ്പോ അതിപ്പോ കുറ്റമായോ? ദരിദ്രവാസി. ദരിദ്രവാസിയല്ല, അയൽവാസി. ഓ ഡമോ. ആ ഈശോ മിശിഹായ്ക്ക് സ്തുതി കിടച്ചു. ആ കയ്യിലിരിക്കട്ടെ, ഞാൻ ആവശ്യമുള്ളപ്പോ ചോദിച്ചോളാം. എന്താ പേര്? മൈക്ക്. നല്ല പേര്. ആ എവിടാ വീട്? തോപ്രാംകുടി. തോപ്പാങ്കുടിയിൽ എവിടെ? മൈക്ക് സിറ്റിയില്. ആ മൈക്ക് സെറ്റില്. മടത്തുമുറിക്കാരുടെ ഇപ്പുറത്ത്. ആ ഇപ്പുറത്ത് ആ വിരിപ്പില്. ആ വിരിപ്പില്. മൈക്ക് മത്തായിടെ. ആ മൈക്ക് മെത്തേഡ് ആരാന്ന് പറ. മോൻ. എന്റെ പൊന്നു മോനെ, എനിക്കവിടെ ആരെയും പരിചയമില്ല, ഞാൻ അവിടോട്ട് വന്നിട്ടുമില്ല. എന്റെ ബന്ധുവാണ് ഈ ദാസൻ. അന്ത്യകൂദാശയ്ക്ക് സമയമായോന്ന് അറിയാൻ വേണ്ടി വന്നതാ. അവന്മാർക്കൊക്കെ കൊടുക്ക കൂതാശ. ഞാൻ ഇപ്പോഴൊന്നും ചാവത്തില്ല എന്ന് പറഞ്ഞേക്കെ. കൂദാശ കൊടുക്കുന്നു മക്കള്, ചാവത്തില്ല എന്ന് ദാസനും. അറിയോ, മക്കൾക്കെതിരായിട്ട് കേസ് കൊടുത്തിരിക്കുന്ന മഹാനായി നിൽക്കുന്നത്. എന്റെ സ്വത്ത് തിരിച്ചു തന്നില്ലെങ്കിൽ ഇനിയും ഞാൻ കേസ് കൊടുക്കും. ആ കുരുത്തക്കെട്ടവന്മാരോട് ചെന്ന് പറഞ്ഞേക്കെ. അല്ല അപ്പൊ പേരെന്താ പറഞ്ഞ? ആംപ്ലിഫയറോ? മൈക്ക്. ആ അല്ല, ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടൊരു പേരാണ്, അതുകൊണ്ട് ചോദിച്ചതാ. വരട്ടെ. ലൗഡ് സ്പീക്കർ ഇവിടെ. അതാരാ? ഹലോ, ഇത് ആരാ ഇത്? ഹലോ. ഹലോ, പേരെന്നാ? എന്റെ പേര് ഏഞ്ചല. ലൗഡ് സ്പീക്കറിന്റെ പേരെന്താ? എന്റെ പേര്